നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. RMS ഓഫീസ് പൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കണം. ഓഫീസിന് മുന്നിൽ നിരാഹാര സമരവുമായി നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ്. മെയിൽ സംവിധാനം തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യം. ദ്വിദിന സമരം നാളെ അവസാനിക്കും. അഞ്ചരക്കണ്ടി അമ്പനാട്ടെ തട്ടിക്കൊണ്ടുപോകൽ. പ്രതി പള്ളിയത്തെ ഹൗസിൽ പ്രസൂൺ പിടിയിൽ. തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. കേസിൽ ഇനി പിടികൂടാനുള്ളത് 3 പേരെ കൂടി. ആടിയും പാടിയും അവർ ക്രിസ്മസിനെ വരവേറ്റു. തന്മയ സ്പെഷ്യൽ സ്കൂളിൽ ഇന്ന് സന്തോഷത്തിന്റെ ദിനം. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഒറ്റപ്പെടുത്താതെ ചേർത്തു നിർത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രശംസ. വാർത്തകൾ വിശദമായി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരൻ ട്രെയിൻ അപകടത്തിൽ മരിച്ചു. കണ്ണൂർ നാറാത്ത് കുളശ്ശേരി സ്വദേശി കാസിമാണ് മരിച്ചത്. വൈകുന്നേരം 3 മണിയോടെയായിരുന്നു സംഭവം. സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനിലേക്ക് ഇയാൾ ചാടിക്കയറിയതിനെ തുടർന്ന് തെറിച്ചു വീഴുകയായിരുന്നു. നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് കണ്ണൂർ ലോക്കൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ RMS ഓഫീസിന് മുന്നിൽ ദ്വിദിന റിലേ നിരാഹാര സമരത്തിന് തുടക്കമായി. CITU ജില്ലാ സെക്രട്ടറി K. അശോകൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യങ്ങൾക്ക് വേണ്ടി, തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെ അതിശക്തമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇതാരാലും തന്നെ ഈ സമൂഹം 2 വർഗമായി വേർതിരിഞ്ഞുകൊണ്ട് മനുഷ്യനെ തന്നെ ചൂഷണം ചെയ്യുന്ന സാമൂഹ്യ വ്യവസ്ഥിതി നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ വർഗത്തിന്റെ സമ്പത്തുൽപാദിപ്പിക്കുന്ന വർഗത്തിൽ ഒരു പ്രബല വിഭാഗമായിട്ടുള്ള കർഷകരുടെ പോരാട്ടങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ ആർക്കും കഴിയില്ല. ട്രംപിനും കഴിയില്ല, ബൈഡനും കഴിയില്ല. അതിനപ്പുറത്താരുണ്ടെങ്കിൽ അവർക്കും കഴിയാത്ത ഒരു ലോക പരിസ്ഥിതിയാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. RMS ഓഫീസ് പൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുക, തപാൽ സ്വകാര്യവൽക്കരണ നീക്കം അവസാനിപ്പിക്കുക, മെയിൽ സംവിധാനം തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് റിലേ നിരാഹാരം നടത്തിയത്. NFPE ഡിവിഷൻ സെക്രട്ടറി KK വിനോദ് അധ്യക്ഷത വഹിച്ചു. BP രമേശൻ, ശ്രീലാൽ TPM, നിഖിലൻ, അനു കവണിശ്ശേരി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സമാപനം BSNL എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് B. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 8, 9 തീയതികളിൽ കണ്ണൂരിൽ നടക്കുന്ന അഹമ്മദ് കാലം ചിന്ത അന്താരാഷ്ട്ര കോൺഫറൻസിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ജവഹർ ലൈബ്രറി ഹാളിൽ പോസ്റ്റർ പ്രകാശനം സാഹിത്യകാരൻ സക്കറിയ നിർവഹിച്ചു. നാം ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളോടെയും കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിലും നിറഞ്ഞു നിന്ന രാഷ്ട്രീയ നേതാവായിരുന്നു അഹമ്മദ് എന്ന് സക്കറിയ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതൊക്കെ പ്രത്യേകിച്ച് ഡൽഹിയിൽ വെച്ചാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സൗഹൃദവും സ്നേഹവും ഏറ്റവും സംസ്കാര സമ്പന്നവുമായ പെരുമാറ്റം കൊണ്ട് ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. അദ്ദേഹം ഒരു വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട എല്ലാ നമ്മൾ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ഉണ്ടായിരുന്ന നല്ല മനുഷ്യനായിരുന്നു, നല്ല രാഷ്ട്രീയ നേതാവായിരുന്നു, നല്ലൊരു വായനക്കാരനായിരുന്നു. ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു. അദ്ദേഹത്തിന് ഒരു വലിയൊരു സുഹൃത്ത് ഡൽഹിയിലുണ്ടായിരുന്നു. ഞാൻ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി, കൺവീനർ KT സഹദുള്ള, മേയർ മുസ്ലിഹ് മഠത്തിൽ, മുൻ മേയർ TO മോഹനൻ, അഡ്വക്കേറ്റ് KA ലത്തീഫ്, KP താഹിർ, TA തങ്ങൾ, അൻസാരി തില്ലങ്കേരി, അഡ്വക്കേറ്റ് MP മുഹമ്മദ് അലി, ഡോക്ടർ അബ്ദുൽ സലാം, ഷക്കീർ മൗവഞ്ചേരി, UP അബ്ദുറഹ്മാൻ, CKP റിയാസ്, സമീർ കാവട് എന്നിവർ പങ്കെടുത്തു. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. RMS ഓഫീസ് പൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കണം. ഓഫീസിന് മുന്നിൽ നിരാഹാര സമരവുമായി നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ്. മെയിൽ സംവിധാനം തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യം. ദ്വിദിന സമരം നാളെ അവസാനിക്കും. അഞ്ചരക്കണ്ടി അമ്പനാട്ടെ തട്ടിക്കൊണ്ടുപോകൽ. പ്രതി പള്ളിയത്തെ ഹൗസിൽ പ്രസൂൺ പിടിയിൽ. തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. കേസിൽ ഇനി പിടികൂടാനുള്ളത് 3 പേരെ കൂടി. ആടിയും പാടിയും അവർ ക്രിസ്മസിനെ വരവേറ്റു. തന്മയ സ്പെഷ്യൽ സ്കൂളിൽ ഇന്ന് സന്തോഷത്തിന്റെ ദിനം. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഒറ്റപ്പെടുത്താതെ ചേർത്തു നിർത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രശംസ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ
എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. അഞ്ചരക്കണ്ടി അമ്പനാട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി 8 ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതി പിടിയിൽ. കൊറ്റാളി അത്താഴക്കുന്ന് സ്വദേശി പള്ളിയത്ത് ഹൗസിൽ പ്രസൂണാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് എടയന്നൂർ സ്വദേശി മുരിക്കഞ്ചേരി CM മഹറൂഫിനെ തട്ടിക്കൊണ്ടുപോയത്. വീട്ടിൽ നിന്നിറങ്ങി പുനലൂർ തലശ്ശേരി ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന എടയന്നൂർ സ്വദേശി മുരിക്കഞ്ചേരി CM മഹറൂഫിനെയാണ് കാറിലെത്തിയ 4 സംഘം തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന് കീഴല്ലൂർ മുത്തപ്പൻ ക്ഷേത്രത്തിന് ചേർന്നുള്ള കനാൽ പാലത്തിന് സമീപം തള്ളിയിട്ടത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് കാറിന്റെ നമ്പർ കണ്ടെത്തിയെങ്കിലും നമ്പർ വ്യാജമായിരുന്നു. കണ്ണൂർ ACP രത്നകുമാർ, ചക്കരക്കൽ CI MP ആസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ M അജയൻ, K രാജീവൻ, സജിത്ത്, K ഷാജി, രഞ്ജിത്ത്, സ്നേഹേഷ്, CP നാസർ തുടങ്ങിയവരടങ്ങിയ സ്ക്വാഡാണ് കുഞ്ഞിപ്പള്ളിയിൽ വെച്ച് പ്രതിയെ പിടികൂടിയത്. കേസിൽ 3 പ്രതികളെ കൂടി ഇനിയും പിടികൂടാനുണ്ട്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ത്രിദിന അവധിക്കാല ക്യാമ്പ് കൂടാലി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. SPCയുടെ ജില്ലാ നോഡൽ ഓഫീസർ അഡീഷണൽ SP KV വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂടാലി ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് ക്യാമ്പ് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ക്യാമ്പ് നടത്താനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചപ്പോൾ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത്. നമുക്കൊരു SPC എന്ന സംവിധാനം നിങ്ങൾ തന്നെ ഫീൽ ചെയ്യും, രക്ഷാകർക്കും അധ്യാപകർക്കും ഫീൽ ചെയ്യും. SPC എന്ന സംവിധാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2010 കാലഘട്ടം. 2010-11 കാലഘട്ടത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ആകെ ചോദിച്ച ചോദ്യമാണ്, എന്തിനാണ് SPC എന്ന സംവിധാനം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരുക്കേണ്ട അതിൻ്റെ ആവശ്യകത, അത് ആവശ്യമുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പല ബോർഡുകളിൽ നിന്നും പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ഇന്ന് കഴിഞ്ഞ 14 വർഷത്തെ പ്രവർത്തന മികവിൻ്റെ ഭാഗമായി SPC എന്ന സംവിധാനം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വേണമെന്ന അഭിപ്രായം പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നു കഴിഞ്ഞു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KT റീന ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ KV മനോജ് സ്വാഗതം ആശംസിച്ചു. കൂടാളി പഞ്ചായത്ത് മെമ്പർ P ജിതിൻ, PTA പ്രസിഡന്റ് K സുനിൽ, മദർ PTA പ്രസിഡന്റ് ഫാത്തിമ, ACPO മുംതാസ് തുടങ്ങിയവർ സംസാരിച്ചു. SPC CPO M പ്രദീപൻ ക്യാമ്പ് വിശദീകരണം നടത്തി. 3 ദിവസങ്ങളായി നടക്കുന്ന ഓവർനൈറ്റ് ക്യാമ്പിൽ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസുകളും മറ്റ് വിവിധ പരിപാടികളും നടക്കും. ശനിയാഴ്ച വൈകിട്ട് ക്യാമ്പ് അവസാനിക്കും. പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. വ്യാഴാഴ്ച രാത്രി 8-ന് ക്ഷേത്രം തന്ത്രി ഇരുവേശി പുടവാരിലത്ത് പ്രസാദ് നമ്പൂതിരി ഉത്സവത്തിന് കൊടിയേറ്റി. 19 മുതൽ 26 വരെയാണ് ഉത്സവം.
21, 24, 25 തീയതികളിൽ രാവിലെ 6:30 മേളത്തോടു കൂടി ആനപ്പുറത്ത് എഴുന്നള്ളത്ത്, 9 നാദസ്വരം എന്നിവയുണ്ടാകും. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ 10 ഓട്ടംതുള്ളൽ, ഉച്ചയ്ക്ക് 2:30 അമ്മന്നൂർ കുട്ടൻ ചാക്യാരുടെ ചാക്യാർകൂത്ത്, വൈകിട്ട് 4 തായമ്പക, കേളി, കൊമ്പുപറ്റ്, കാഴ്ചശീവേലി, പഞ്ചവാദ്യത്തോടും നാദസ്വരത്തോടും കൂടി ആനപ്പുറത്ത് എഴുന്നള്ളത്ത്, രാത്രി 9 തിടമ്പ് നൃത്തം, 25 രാവിലെ 10 സമർപ്പണ കോയമ്പത്തൂരിൻ്റെ ഭരതനാട്യം, മോഹിനിയാട്ടം, രാത്രി 10 പള്ളിവേട്ട, അരയാൽത്തറയിൽ എഴുന്നള്ളിച്ച് പൂജ, തിടമ്പ് നൃത്തം, പാണ്ടിമേളത്തോടെ തിരിച്ചെഴുന്നള്ളത്ത്, തിടമ്പ് നൃത്തം, പള്ളിക്കുറുപ്പ്, 26 കൊടിയിറക്കൽ, ഉത്സവ ദിവസങ്ങളിൽ പ്രസാദ സദ്യയും ഉണ്ടാകും. അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സമന്വയം അറ്റ് 75 ഞായറാഴ്ച. സംഗമം ഞായറാഴ്ച മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം അജയകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1950 സ്ഥാപിതമായ അഴീക്കോട് ഹയർ സെക്കൻഡറി വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സമന്വയം അറ്റ് 75 എന്ന പേരിൽ മഹാസംഗമം സംഘടിപ്പിക്കുന്നത്. നമ്മുടെ അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടി ഒത്തൊരുമിച്ചിട്ട് ഒരു പരിപാടി നടത്തണം എന്ന് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ സമന്വയം അറ്റ് 75 എന്ന പേരിൽ ഒരു മെഗാ ഈവൻറ്റ് ഷോ അടക്കമുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. 1950 കൊട്ടാരത്തമ്പാറ എന്ന സ്ഥലത്ത് മിഡിൽ സ്കൂളായി തുടങ്ങിയ, പിന്നീട് അത് 1954 ഹൈസ്കൂളായി മാറുകയും ആദ്യത്തെ SSLC ബാച്ച് 1954 പുതുതായി തുടങ്ങിയ അഴീക്കോടിൻ്റെ ഹൃദയഭാഗമായ വൻകുളത്ത് വയലിലാണ് ഈ സ്കൂൾ പിന്നീട് തുടങ്ങിയത്. അഴീക്കോട് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ അവിടെ നിന്നും ഒട്ടനവധി പേർ പഠിച്ചിറങ്ങിയ ഒരു കൂട്ടത്തിലുണ്ട്. ആഗോള തലത്തിൽ തന്നെ പ്രശസ്തരായ ബൈജൂസിൻ്റെ സ്ഥാപകൻ ബൈജു രവീന്ദ്രൻ, അതുപോലെ തന്നെ ഡോക്ടർ NK സൂരജ്, നമ്മുടെ അഴീക്കോടിൻ്റെ നാമധേയം വാനോളം എത്തിച്ച പ്രിയങ്കരനായ ഡോക്ടർ MK സതീഷ് കുമാർ, ഡോക്ടർ ശരത്ചന്ദ്രൻ, ഇങ്ങനെ പോകുന്നു അവരുടെ നിരകൾ. ഇപ്പോൾ ഞങ്ങൾ വജ്രജൂബിലിയുടെ ഭാഗമായി നമ്മുടെ ഈ അക്ഷര ദേവതയെ അവരുടെ മടിത്തട്ടിൽ തന്നെ ചെന്ന് കണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന സമന്വയം ടീമിൻ്റെ ആഗ്രഹമാണ് ഡിസംബർ 22 സാധിക്കാൻ പോകുന്നത്. രാവിലെ 9 മണിക്ക് ആദരണീയനായ നമ്മുടെ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. കാലത്ത് 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പുറമെ കെ സുധാകരൻ MP, KV നികേഷ് MLA തുടങ്ങിയവർ സംബന്ധിക്കും. 1954 മുതൽ 1964 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെയും സ്കൂളിലെ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ഡോക്ടർ MK സതീഷ് കുമാർ, ശൗര്യചക്ര മനീഷ്, ഡോക്ടർ സൂരജ് NK, ശരത് ചന്ദ്രൻ ചെറുകണ്ടി എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന യുവജനോത്സവം എന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉണ്ടാകും. വൈകുന്നേരം 7 മണിക്ക് കണ്ണൂർ സംഗീത് ഓർക്കസ്ട്രയുടെ മെഗാഷോയും, അമൃത TV സൂപ്പർ ഡ്യൂപ്പർ വിന്നർ, മനോരമ മിമിക്രി മഹാമേള വിജയ്, ഫിലിം ആക്ടർ ബിജേഷ് ചേളാരി മെഗാ ഇവന്റ് നയിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ അഡ്വക്കേറ്റ് PV അബ്ദുൾ ഖാദർ, ദീപ അനീഷ്, ഋഷി K ബൈജു, സതീശൻ പുതിയോട്ടി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കാർപ്പൻട്രി വർക്ക് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PM വിശ്വകർമ്മ രജിസ്ട്രേഷനായുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗുരുഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ജില്ലാ പ്രസിഡന്റ് പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. ഇത് പൈസ വരുന്നത് നിങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസ വരില്ല. നിങ്ങൾ ഏത് കടയിൽ നിന്നാണോ ഈ ഉപകരണങ്ങൾ വാങ്ങുന്നത്, മെഷീനറി മോട്ടോറോ അല്ലെങ്കിൽ ആർക്കാവ് ഏതെങ്കിലും ഉപകരണങ്ങളോ പൈസ കൊടുത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ കടയിൽ നിന്ന് നിങ്ങൾ അതിന്റെ ബില്ല് കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊടുക്കുമ്പോൾ ആ കടയിലേക്ക് ആയിരിക്കും അവർ പൈസ ഫോർവേഡ് ചെയ്യുന്നത്, കയ്യിലേക്ക് പൈസ തരില്ല. അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്ന ഒരു സ്കീമാണ്
ആർട്ടിസാൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥൻ വിനോദ് കുമാർ, PM വിശ്വകർമ്മ നോഡൽ ഓഫീസർ സുഗൃത്, സുജിത് വാരം, പ്രതീഷ് രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിൽ 18 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കരകൗശല തൊഴിലാളികൾക്കുള്ള ആർട്ടിസൻ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കാർഡ് എടുക്കാനുള്ള സൗകര്യവും കൂടാതെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ അപകട ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ എടുക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. കണ്ണൂർ ഉളിക്കൽ പരീക്കളത്ത് വീടിന്റെ ടെറസിൽ നിന്ന് ബോംബുകൾ കണ്ടെത്തി. 3 ഐസ്ക്രീം ബോംബുകളാണ് കണ്ടെത്തിയത്. രാവിലെ പ്രദേശത്ത് നിന്ന് സ്ഫോടന ശബ്ദം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ബോംബുകൾ കണ്ടെത്തിയത്. പരീക്കളത്തെ മൈലപ്രവൻ ഗിരീഷിന്റെ വീടിന്റെ ടെറസിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത്. ഒരിടവേള കൂടി. RMS ഓഫീസ് പൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കണം. ഓഫീസിന് മുന്നിൽ നിരാഹാര സമരവുമായി നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ്. മെയിൽ സംവിധാനം തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യം. ദ്വിദിന സമരം നാളെ അവസാനിക്കും. അഞ്ചരക്കണ്ടി അമ്പനാട്ടെ തട്ടിക്കൊണ്ടുപോകൽ. പ്രതി പള്ളിയത്തെ ഹൗസിൽ പ്രസൂൺ പിടിയിൽ. തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. കേസിൽ ഇനി പിടികൂടാനുള്ളത് 3 പേരെ കൂടി. ആടിയും പാടിയും അവർ ക്രിസ്മസിനെ വരവേറ്റു. തന്മയ സ്പെഷ്യൽ സ്കൂളിൽ ഇന്ന് സന്തോഷത്തിന്റെ ദിനം. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഒറ്റപ്പെടുത്താതെ ചേർത്തു നിർത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രശംസ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകളിലേക്ക്. IRPC തന്മയ സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. 2018 മെയ്യിൽ പ്രവർത്തനം ആരംഭിച്ച തന്മയ സ്പെഷ്യൽ സ്കൂളിൽ 35ഓളം വിദ്യാർത്ഥികളുണ്ട്. സ്കൂൾ ആരംഭിച്ച വർഷം മുതൽ എല്ലാ ആഘോഷങ്ങളും മികവാർന്ന രീതിയിൽ തന്നെയാണ് നടത്തിയിരുന്നത്. ആടിയും പാടിയും കുട്ടികളും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും അധ്യാപകരും വിപുലമായ രീതിയിൽ തന്നെ ക്രിസ്തുമസ് ആഘോഷം കൊണ്ടാടി. ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിൽ നിന്നും അകറ്റാതെ ഒപ്പം നിർത്താൻ തന്മയ പോലുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് കഴിയുന്നുണ്ട്. ഒരു കാലത്ത് ഇത്തരത്തിലുള്ള കുട്ടികളെ ഓർത്ത് വിഷമിച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സ്പെഷ്യൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് KK രത്നകുമാരി പറഞ്ഞു. അപ്പം ഓരോ കുട്ടികളെ എടുത്തു നോക്കുമ്പോൾ പല കാരണത്താലാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ചില കുട്ടികൾക്ക് ജന്മന ഉണ്ടായിട്ടുണ്ട്, ചില കുട്ടികൾക്ക് ജനിച്ചതിന് ശേഷം പല അപകടങ്ങളുടെ ഭാഗമായിട്ട്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങളാണ്. പക്ഷെ നമ്മൾ ഓരോ കുഞ്ഞു മക്കളെ എടുത്ത് പരിശോധിക്കുമ്പം വലിയ പ്രയാസം അഭിമുഖീകരിക്കുന്നവരാണ്. അപ്പം അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വിഷമങ്ങളുണ്ട് നന്നായിട്ട്. പക്ഷേ നമുക്കിപ്പം ഇന്ന് കേരളത്തിനകത്ത് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനം
സ്ഥാപനങ്ങളിലൂടെ ബഡ്സ് സ്കൂളും അതുപോലെ ഇതുപോലുള്ള IRPC പോലുള്ള സംവിധാനങ്ങളിൽ നന്നായി നമ്മുടെ കുട്ടികളെ പരിപാലിക്കുന്നതിനും അവർക്ക് കൂടുതൽ അവരുടെ ഈ പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രയാസത്തിൽ നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. IRPCയുടെ കീഴിലുള്ള ഈ സ്കൂൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ വാഹനങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നയിക്കുന്നുണ്ട്. കുട്ടികളുടെ പരിപാലനത്തിലായാലും മറ്റെല്ലാ കാര്യത്തിലായാലും സമന്വയ ടീച്ചറും വിസ്മയ ടീച്ചറും ഇവർക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. K. പ്രമോദ് സ്വാഗതം പറഞ്ഞു. IRPC സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. NV പുരുഷോത്തമൻ, സത്യൻ CM, KK റിജു, KM അജയകുമാർ, പ്രകാശൻ മാസ്റ്റർ, NT സുധീന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. നയന ടീച്ചർ നന്ദി പ്രകാശനവും നടത്തി. ഇന്നിപ്പോൾ ഈ ഒരു വർഷം നല്ല നിലയിൽ കുട്ടികളെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞു. അടുത്ത വർഷമാകുമ്പോഴേക്കും കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏറെ പ്രയാസപ്പെടുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ഈ മക്കൾ. അവരെ IRPCയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവർക്കുള്ള എല്ലാ സഹായം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വീട്ടുപറമ്പിൽ മരത്തിലും ഇലകളിലും ഓയിലിന് സമാനമായ രീതിയിൽ അജ്ഞാത വസ്തു. കുറുവ AKG ക്ലബിന് സമീപം ഗോവിന്ദ ഭവനിൽ ചന്ദ്രബാബുവിന്റെ വീടിന് മുൻവശത്തെ മരത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. വിമാനത്തിൽ നിന്നുള്ള ഇന്ധന ചോർച്ചയോ മറ്റോ ആണോ എന്നതാണ് വീട്ടുകാരുടെ സംശയം. കുറുവ AKG ക്ലബിന് സമീപത്തെ LIC ഏജന്റ് ചന്ദ്രബാബുവിനാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. 1.5 മാസത്തോളമായി വീട്ടുപറമ്പിലും മരത്തിനു മുകളിലുമായി ഓയിലിന് സമാനമായ വസ്തു പടർന്നു നിൽക്കുകയാണ്. ആദ്യമൊക്കെ വീട്ടിലെത്തിയ വാഹനത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ വന്നതാവാമെന്ന് കരുതി. പക്ഷേ പോകെ പോകെ ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയതു മുതലാണ് ഇക്കാര്യം കൂടുതൽ ഗൗരവകരമായി ചിന്തിച്ചു തുടങ്ങിയത്. ആദ്യം വീട്ടുമുറ്റത്ത് മാത്രം കാണപ്പെട്ടിരുന്നതിനാലാണ് കൂടുതൽ ചിന്തിക്കാതിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലും വ്യാപിച്ചതാണ് മറ്റുള്ളവരുമായി ആശങ്ക പങ്കുവയ്ക്കാൻ കാരണമായതെന്നും അവരാണ് ഇത് വിമാനത്തിൽ നിന്നുള്ളതാണോ എന്ന സംശയം പങ്കുവച്ചതെന്നും ചന്ദ്രബാബു പറഞ്ഞു. ഞാൻ ചന്ദ്രബാബു, LIC ഏജന്റ് കുറുവ. ഞങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് ഏകദേശം 1.5 മാസം മുമ്പേ ഒരു ഓയിൽ മറിഞ്ഞ മാതിരിയുള്ള ഒരു കാര്യം നമ്മളെ ശ്രദ്ധപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് വാഹനം നമ്മളെ മകൻ്റെ ഫ്രണ്ട്സും മറ്റും കാറൊക്കെ കൊണ്ടുവച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ പിന്നീട് ഇത് കൂടുതൽ സ്പ്രെഡാവാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ നടക്കുമ്പോൾ ചെരുപ്പൊക്കെ അവിടെ പറ്റിപ്പിടിക്കുന്ന ഒരവസ്ഥ. പിന്നീട് ഇപ്പോൾ അടുത്ത ദിവസമാണ് വീട്ടിൻ്റെ മുന്നിലുള്ള വൃക്ഷങ്ങളിൽ നിന്ന് ഇലകളൊക്കെ അടിഞ്ഞ് വരുന്നു. അപ്പോൾ ഇലകളിൽ നമ്മളെ ഒരു താറൊഴിച്ച മാതിരിയുള്ള ഒരു ഓയിൽ ഒഴിച്ച മാതിരിയുള്ള കാര്യങ്ങൾ ശ്രദ്ധപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ചിന്തിച്ച് ഇത് കാറിന്നോ അല്ല മറ്റ് നമ്മളെ നിർത്തിയിട്ട വാഹനത്തിൽ നിന്നുണ്ടായതല്ല, മറ്റ് ഏതെങ്കിലും തരത്തിൽ. കാരണം ഇതിൻ്റെ നമ്മുടെ വീട്ടിൻ്റെ മേലൂടെയാണ് മട്ടന്നൂർ എയർപോർട്ടിലേക്കുള്ള വിമാനത്തിൻ്റെ യാത്ര, ഇങ്ങോട്ടേക്ക് ഗൾഫിൽ നിന്നും മറ്റും വരുന്ന വിമാനങ്ങൾ യാത്ര പദം. അപ്പോൾ അതിൽ നിന്ന് വല്ല ഓയിൽ ലീക്കായതാണോ എന്നുള്ളതാണ് നമ്മളെ വീട്ടുകാരുടെ ഒരു ശങ്ക. തൊട്ടടുത്ത് ശുദ്ധജലത്തെ ആശ്രയിക്കുന്ന കിണറുണ്ട്. അതിലോ മറ്റോ ഇത്തരത്തിൽ ഓയിൽ വീണിരുന്നെങ്കിൽ സ്ഥിതി മറ്റൊന്നായേനെയെന്നും ഇവർ പറഞ്ഞു. അപ്പം ഇത് ഈ ഒരു സൈഡിലൂടെ ആയതുകൊണ്ട് നമ്മളെ കിണറിൽ ആവാതെ രക്ഷപ്പെട്ടു. അത് മറ്റേ ഓപ്പോസിറ്റ് സൈഡിലൂടെ ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഡിസ്ചാർജ് സംഭവിച്ചിരുന്നെങ്കിൽ നമ്മളെ കുടിവെള്ളം പോലും മുട്ടിപ്പോകുമായിരുന്നു. എന്നാലും ദിവസങ്ങൾ കഴിയുന്നതോടെ ഒന്നിലേറെ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഈ പ്രതിഭാസം. എന്തൊക്കെയായാലും ഈ ഓയിൽ ഡിസ്ചാർജ് എത്രയും പെട്ടെന്ന് വിദഗ്ധർ ആരെങ്കിലും പ്രതികരിക്കണമെന്നും കൃത്യമായ ഒരു ഉത്തരം ലഭിക്കണമെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ആശങ്കകൾ അനുദിനം വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ചന്ദ്രബാബു സിറ്റി ന്യൂസിനോട് പറഞ്ഞു. കിഴുന്ന സൗത്ത് UP സ്കൂൾ ലൈബ്രറി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ക്യാമ്പിന് തുടക്കമായി. ധ്വനി 2024 ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്നലെ നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് മലയാള പുരസ്കാര അവാർഡ് നേടിയ ജിനു ഐച്ചാൻകണ്ടിയെ ആദരിച്ചു. ക്യാമ്പ് നാളെ സമാപിക്കും. 1904 സ്ഥാപിതമായ കിഴുന്ന സൗത്ത് UP സ്കൂളിൽ ഇന്ന് 250ഓളം കുട്ടികളും അധ്യാപകരും അനധ്യാപകരുമായി 20ഓളം സ്റ്റാഫുകളും ഉണ്ട്. പാഠ്യേതര വിഷയങ്ങളിൽ സഹായകമായ ശക്തമായ PTA-യും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ സർഗാത്മകതയ്ക്കും മാനസിക ഉല്ലാസത്തിനുമായി സംഘടിപ്പിച്ച ധ്വനി 2024 എന്ന ക്യാമ്പാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും എല്ലാ സഹകരണവും ഈ സ്കൂളിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
5, 6, 7 ക്ലാസ്സിലെ കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അടുത്ത സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ഇതിന്റെ മെമ്മറീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു മുതൽക്കൂട്ടായിട്ട് ഉണ്ടാവണം. നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങളുടെ ജീവിതത്തിൽ നാളെ നമുക്കറിയാം, എവിടെയുള്ള മക്കള് നാളെ ആരൊക്കെയോ ആവേണ്ടവരാണ്. നാളത്തെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ എന്താ പറയുക, ഏറ്റവും വലിയ സമ്പത്തായി വളരേണ്ട ആളുകളാണ് നിങ്ങൾ. ആരൊക്കെ എന്തൊക്കെ ആയിത്തീരുമെന്ന് നമുക്ക് ആർക്കും ഇപ്പൊ പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഉന്നത വിദ്യാഭ്യാസം നേടി നമ്മുടെ ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത്തരത്തിൽ വലിയ എവിടെയോ എത്തേണ്ട ആളുകളായിരിക്കും. അപ്പൊ ആ ആളായിരിക്കുമ്പോഴും ഈ സ്കൂളിൽ പഠിച്ച കിഴുന്ന സൗത്ത് UP സ്കൂളിലുള്ള നിങ്ങളുടെ അനുഭവം അന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെയായിരിക്കും ഈ ഒരു ക്യാമ്പ് മാറ്റണം. നിങ്ങളെ കഴിവുകൾ വളർത്തിയെടുക്കാനും നിങ്ങളിലുള്ള വാസനകൾ അത് ഉണർത്തിക്കൊണ്ടുവരാനും ഒക്കെ ഈ ക്യാമ്പുകളിലൂടെ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. ചടങ്ങിൽ മലയാള ഭാഷാ പുരസ്കാര ജേതാവ് ജനു ആയിച്ചാൻ കണ്ടിയെ ഡെപ്യൂട്ടി മേയർ പൊന്നാടിയും മൊമന്റോവും നൽകി ആദരിച്ചു. കൌൺസിലർ PV കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. HM ബിന്ദു ടീച്ചർ, മാനേജർ അഡ്വക്കേറ്റ് CK ശ്രീകുമാർ, CRC കോർഡിനേറ്റർ ദിവ്യ രാഘവൻ, PTA പ്രസിഡന്റ് K രവീന്ദ്രൻ കിഴുന്ന, സന്ധ്യ, ബൃന്ദായൻ തുടങ്ങിയവരും സംസാരിച്ചു. കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽസ് വകുപ്പ്, ജില്ലാ വ്യവസായ കേന്ദ്രം, കൈത്തറി വികസന സമിതി എന്നിവ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് പുതുവത്സര കൈത്തറി പ്രദർശന വിപണന മേളയ്ക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. 20% സർക്കാർ റിബേറ്റോടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കും. 1000 രൂപയുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് സമ്മാന കൂപ്പണും നൽകും. കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണന മേളയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ 10 സ്റ്റാളുകളാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. മേള ഡിസംബർ 31 സമാപിക്കും. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി വിപണിയിലുണ്ടാകുന്ന വിലക്കയറ്റം നിയന്ത്രിക്കാൻ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ. പൊതുജനങ്ങൾക്ക് മിതമായ നിലയിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുന്നതിനായി സംസ്ഥാനത്തെ 14 ജില്ലകളിലും ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ ക്രിസ്തുമസ് പുതുവത്സര വിപണി തുടങ്ങുമെന്ന് റീജിയണൽ മാനേജർ R പ്രദീപ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 40% വരെ സർക്കാർ റിബേറ്റിൽ ഇവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ ലഭ്യമാക്കും. ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെയാണ് വിപണി പ്രവർത്തിക്കുക. അരി, പഞ്ചസാര, ചെറുപയർ, വെളിച്ചെണ്ണ, കടല ഉൾപ്പെടെ 13 ഇനങ്ങൾ സബ്സിഡിയിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് വാങ്ങാം. ജില്ലയിലെ വിപണിയിലൂടെ പ്രതിദിനം 300 റേഷൻ കാർഡുള്ള കുടുംബങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം. ഇതിനായി ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. നിങ്ങൾക്കറിയാം, കേരളത്തിലെ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് അനിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റത്തെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിഞ്ഞകാല ചരിത്രമൊക്കെ കൺസ്യൂമർ ഫെഡിനുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഉത്സവ കാലയളവിലുണ്ടാകുന്ന അനിയന്ത്രിതമായിട്ടുള്ള വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിന് മാർക്കറ്റിൽ ഇടപെടുന്നതിന് വേണ്ടി കൺസ്യൂമർ ഫെഡിനെയാണ് ചുമതലപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഓണം, വിഷു അതുപോലുള്ള ഉത്സവ നാളുകളിൽ 13 ഇനം സബ്സിഡി സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്തുമസ്, ന്യൂ ഇയർ കാലത്ത് ഇതേ അവസ്ഥ വീണ്ടും വരാൻ വേണ്ടി പോവുകയാണ്. മാർക്കറ്റിൽ വലിയ വിലക്കയറ്റം വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് സബ്സിഡി നൽകിക്കൊണ്ട് കൺസ്യൂമർ ഫെഡിനോട് ആവശ്യപ്പെട്ടുള്ളത് മാർക്കറ്റിൽ ഇടപെടാൻ. മുമ്പ് ഞങ്ങൾ സൊസൈറ്റികൾക്ക് കൊടുത്തിരുന്നു, നീതി സ്റ്റോറുകൾക്ക്. ഇപ്പോൾ നീതി സ്റ്റോറുകൾക്കല്ല, കൺസ്യൂമർ ഫെഡിൻ്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലൂടെ ഒരു ദിവസം 75 പേർക്ക് 10 ദിവസത്തേക്ക് ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെയുള്ള 10 ദിവസക്കാലം ഈ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. 23-ാം തീയതി മുതൽ 1-ാം തീയതി വരെ കണ്ണൂർ ജില്ലയിൽ ജിമ്മി ജോർജ് ഹാൾ, നിങ്ങൾക്കറിയായിരിക്കും, ജിമ്മി ജോർജ് ഹാളിൽ വെച്ചാണ് 23-ാം തീയതി രാവിലെ 10:30 ബഹുമാനപ്പെട്ട പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 15 കേന്ദ്രങ്ങളിലാണ് വിപണി ആരംഭിക്കുന്നത്. കണ്ണൂർ ജില്ലാ വിപണി പോലീസ് ക്ലബ്ബായ ജിമ്മി ജോർജ് ഹാളിൽ നടക്കും. 23 രാവിലെ 10:30 കണ്ണൂർ കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ KP പ്രമോദന്റെ അധ്യക്ഷതയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ റീജിയണൽ മാനേജർ R പ്രദീപ് കുമാർ, രജീഷ് കുമാർ, S മിതേഷ് എന്നിവരും പങ്കെടുത്തു.
പെരിഷബിൾ ഫുഡ് അല്ലെങ്കിൽ കേടുവന്ന് നശിച്ചു പോകുന്ന ഫുഡ് എന്ന പേരിൽ ഫ്രൂട്ട്സ് തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ കഴിയില്ലെന്ന് MA കരീം. ഫ്രൂട്ട്സ് ഷോപ്പ് വർക്കേഴ്സ് യൂണിയൻ STU സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രൂട്ട്സ് മേഖലയിലെ തൊഴിലാളികളെ ഫ്രൂട്ട്സ് ഷോപ്പ് വർക്കേഴ്സ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകണമെന്നും STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം ആവശ്യപ്പെട്ടു. പഴവർഗ്ഗങ്ങൾ കേടുവന്ന് നശിച്ചു പോകുന്ന ഫുഡ് എന്ന കാരണത്താൽ ഫ്രൂട്ട് ഷോപ്പിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കണമെന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല. ഷോപ്പ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഫ്രൂട്ട്സ് തൊഴിലാളികളെ അവർ ജോലി ചെയ്യുന്ന ഷോപ്പുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ലേബർ ഓഫീസർമാർക്കാണ്. കുറച്ചു കാലമായി ഷോപ്പുകളിൽ പരിശോധന നടക്കാറില്ലെന്നും അത് കൃത്യമായി നിർവഹിക്കാൻ തൊഴിൽ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും MA കരീം പറഞ്ഞു. ഇവിടെ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റ് അനാസ്ഥയാണ്. ഗവൺമെന്റ് തൊഴിൽ വകുപ്പ് കാലാകാലങ്ങളായിട്ട് ഒരു ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ഷൻ നടത്തി രജിസ്ട്രേഷൻ നടത്തി ഓരോ സ്ഥാപനങ്ങളിലും ഷോപ്പേഴ്സ് കമ്മീഷൻ ആക്ടിന്റെ ആക്ട് അനുസരിച്ച് ആക്ട് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നത് ഈ സ്ഥാപനം ഇത് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുന്നില്ലെങ്കിൽ പരിശോധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വിഷയം ഉപയോഗിക്കണം. എന്റെ ഉത്തരവാദിത്തമാണത്. അത് ഈ ഗവൺമെന്റ് വീഴ്ചയാണ്. ഗവൺമെന്റ് കൃത്യമായിട്ട് ലേബർ ഡിപ്പാർട്ട്മെന്റിനെ കൃത്യമായി പ്രവർത്തിപ്പിച്ചാൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിധി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാവും. K. ഉമ്മർ അധ്യക്ഷത വഹിച്ചു. STU ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞ് പന്നിയൂർ, ജനറൽ സെക്രട്ടറി PP നാസർ, K. റഷീദ്, A. മുഹമ്മദ് ഷാഫി, P. രാജൻ, AT അസ്ലം, P. സജീവൻ, K. നാസർ, P. ഷക്കീർ, M. മുനീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ലയൺസ് ക്ലബ് കണ്ണൂർ സൗത്ത് തോട്ടട നോർത്ത് LP സ്കൂളിൽ സ്ഥാപിച്ച കുടിവെള്ള പ്ലാന്റിന്റെ ഉദ്ഘാടനം നടന്നു. മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് പ്ലാന്റ് നിർമ്മിച്ചത്. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് വിനോദ് IP അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ബിജോയ് തയ്യിൽ, M. വിനോദ് കുമാർ, പ്രധാന അധ്യാപിക ഷീന ടീച്ചർ, മാനേജർ പ്രമോദ്, ശ്രീ P. നാരായണൻ, ക്ലബ്ബ് സെക്രട്ടറി ബിജു VC എന്നിവർ സംസാരിച്ചു. SDPI 6ാമത് കണ്ണൂർ ജില്ലാ പ്രതിനിധി സഭ കണ്ണൂർ ചേംബർ ഹാളിൽ നടന്നു. സംസ്ഥാന ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി PP റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ആളുകൾക്ക് അതിൽ അഭിപ്രായങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ പറയാനും ഒക്കെയുള്ള അവസരം സൃഷ്ടിക്കുന്ന ഒരു നടപടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചു വരുന്നത്. നമ്മുടെ ജില്ലയിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ മുഴുവൻ ഇന്റർവ്യൂ നടത്തി അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട് മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറി വരെയുള്ള ആളുകൾക്ക് കൂടി പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആരായിരിക്കണമെന്ന് അഭിപ്രായങ്ങൾ. ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ പോലും തമസ്കരിക്കാനാണ് മോഡി ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് റഫീഖ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് AC ജലാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. KK അബ്ദുൾ ജബ്ബാർ, കൃഷ്ണൻ എരഞ്ഞിക്കൽ, അഷ്റഫ് പ്രാവച്ചമ്പലം, ബഷീർ കണ്ണാടിപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണം അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RMS ഓഫീസ് പൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കണം. ഓഫീസിന് മുന്നിൽ നിരാഹാര സമരവുമായി നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ്. മെയിൽ സംവിധാനം തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യം. ദ്വിദിന സമരം നാളെ അവസാനിക്കും. അഞ്ചരക്കണ്ടി അമ്പനാട്ടെ തട്ടിക്കൊണ്ടുപോകൽ പ്രതി പള്ളിയത്തെ ഹൗസിൽ പ്രസൂൺ പിടിയിൽ. തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. കേസിൽ ഇനി പിടികൂടാനുള്ളത് 3 പേരെ കൂടി. ആടിയും പാടിയും അവർ ക്രിസ്മസിനെ വരവേറ്റു. തന്മയ സ്പെഷ്യൽ സ്കൂളിൽ ഇന്ന് സന്തോഷത്തിന്റെ ദിനം. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഒറ്റപ്പെടുത്താതെ ചേർത്തു നിർത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രശംസ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.